എടോ ആ വീഡിയോ ഒന്ന് പോയി കാണടോ ആദ്യം തന്നെ. എവിടുന്നോ എന്തൊക്കെയോ കേട്ടിട്ട് നിന്റെ ഈ അന്തംകമ്മികൾ പറയുന്നത് കേട്ടിട്ടാണ് പ്രസ്താവന ഇറക്കുക. താനൊരു CPM-ന്റെ സംസ്ഥാന സെക്രട്ടറി അല്ലടോ, അങ്ങനെയല്ല പറയപ്പെടുന്നത്. സംസ്ഥാന സെക്രട്ടറി കൊളസ്ട്രോളല്ല താൻ അല്ലേ? TG മോഹൻദാസിന്റെ ഈ 2 വീഡിയോകൾ ആദ്യം പോയി ഇരുന്ന് കാണും. രണ്ടു കൂടി ഏതാണ്ട് 1 മണിക്കൂറുണ്ട്. 1 മണിക്കൂർ ദൈർഘ്യമുള്ള ഈ 2 വീഡിയോകൾ പോയി കാണൂ. എന്നിട്ട് TG മോഹൻദാസ് എന്താ പറയുന്നത് ആദ്യം താൻ മനസ്സിലാക്കുക. എന്നിട്ട് പത്രത്തിൽ തന്റെ ഈ പറയുന്നില്ല, ഞാൻ ഞെട്ടിപ്പോയത്രേ. എടോ അതില് നീ കാണാൻ തനിക്ക് 1 മണിക്കൂർ ഇല്ലെങ്കിൽ ഇതാ ഒരു 2 മിനിറ്റ് കൊണ്ട് ഞാൻ പറഞ്ഞുതരാം. അതായത് അതിൽ TG മോഹൻദാസ് പറഞ്ഞത് ഒന്നെന്താ പറഞ്ഞതെന്നറിയോ? ആദ്യത്തെ വീഡിയോയിൽ പറഞ്ഞത്, ആദ്യത്തെ വീഡിയോ യഥാർത്ഥത്തിൽ ഈ സ്ത്രീകളുമായി ബന്ധപ്പെട്ടതായിരുന്നു. അതിനുശേഷമാണ് രണ്ടാമത്തെ വീഡിയോ. രണ്ടാമത്തെ വീഡിയോയിൽ അദ്ദേഹം പറഞ്ഞത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി അവിടെ, അതായത് നീ പറയുന്ന പോലെ അവിടെ സമാധാന വെള്ളരിപ്രാവുകളെ പറത്തിവിട്ടുകൊണ്ടുള്ള ഒരു പ്രതിഷേധ പ്രകടനം ആയിരുന്നില്ല എന്നുള്ളത് ഇവിടുത്തെ നാട്ടുകാർക്കൊക്കെ അറിയാം. തനിക്ക് മാത്രമേ കണ്ണു കാണാത്തുള്ളൂ കേട്ടാ. അവിടെ നടന്ന അക്രമാസക്തമായ സമരം, അത് ധർമ്മേന്ദ്ര പ്രധാനെ രാജിവെപ്പിച്ചുകൊണ്ട് ഈ സമരക്കാർ പറഞ്ഞ ആവശ്യങ്ങളൊക്കെ ശരി ഞങ്ങൾ എല്ലാം നിർവഹിച്ചു കൊള്ളാം എന്ന് പറഞ്ഞുകൊണ്ട് ആ പ്രക്ഷോഭ പരിപാടികൾക്ക് ഒരു അവസാനം കുറിച്ചു. അപ്പോൾ TG മോഹൻദാസ് പറയുകയാണ്, ഞാനായിരുന്നു പ്രധാനമന്ത്രി എങ്കിൽ, അങ്ങനെ നമുക്ക് ഓരോരുത്തർക്കും പറയാമല്ലോ, ഞാനായിരുന്നു പ്രധാനമന്ത്രി എങ്കിൽ ഈ അക്രമ സമരത്തെ, എന്ത് സമരത്തെയാണ്? അക്രമ സമരമാണ് ആയിരുന്നടോ. താൻ പറയുന്ന പോലെ സമാധാന സമരല്ലത്. ആ അക്രമ സമരത്തെ ഞാനായിരുന്നു പ്രധാനമന്ത്രിയെങ്കിൽ നേരിടുന്നത് എങ്ങനെയാണ്? അതായത് ഞാൻ അവിടെ നിരോധനാജ്ഞ പ്രഖ്യാപിക്കും. ഞാൻ ആ ജന്തർ മന്ദിറിന്റെ 4 കിലോമീറ്റർ ചുറ്റളവിൽ ഞാൻ നിരോധനാജ്ഞ പ്രഖ്യാപിക്കും, കർഫ്യൂ പ്രഖ്യാപിക്കും. എന്നിട്ട് ഞാൻ അനൗൺസ് ചെയ്യും, മൈക്ക് അനൗൺസ്മെന്റ് നടത്തും. പ്രക്ഷോഭകാരികൾ പിരിഞ്ഞു പോകണം. 1 അല്ല 3 പ്രാവശ്യം മൈക്ക് അനൗൺസ്മെന്റ് നടത്തും. പ്രക്ഷോഭകാരികൾ പിരിഞ്ഞു പോകണം, അല്ലെങ്കിൽ വെടിവെക്കും. അത് കേട്ടാൽ തന്നെ അത്യാവശ്യം മൂളയുള്ള ആൾക്കാരൊക്കെ പിരിഞ്ഞു പോകും. ഇനിയും പിരിഞ്ഞു പോകാത്തവരുണ്ടെങ്കിൽ വെടിവെക്കും. വെടിവെച്ചാൽ കുറെ പേര് മരിക്കും. ഇങ്ങനെയാണ് 4 മണിക്കൂർ കൊണ്ട് അവിടുത്തെ ഈ പറയുന്ന അക്രമാസക്തമായ പ്രക്ഷോഭം തീരും. ഞാനായിരുന്നെങ്കിൽ അങ്ങനെയായിരിക്കും ചെയ്യുക എന്ന് അദ്ദേഹം ഭാവനയിൽ ഒരു കാര്യം പറയുന്നു. ആർക്കും പറയാം. ഒരു ഇഷ്യൂ ഉണ്ടാകുമ്പോൾ ഞാനായിരുന്നു എങ്കിൽ അതിങ്ങനെയായിരിക്കും തീർക്കുക. നമ്മൾ സുപ്രീം കോടതിയുടെ വിധികളെ പോലും, സുപ്രീം കോടതി ഒരു കാര്യത്തിൽ വിധി എടോ ഗോവിന്ദ, നിങ്ങളെ പാർട്ടിക്കാരൻ എന്തൊക്കെ പറയുന്നത്? സുപ്രീം കോടതി ബാബരി മസ്ജിദിന്റെ കാര്യത്തിൽ വിധി പ്രഖ്യാപിച്ചപ്പോൾ നിങ്ങളൊക്കെ എന്താ പറഞ്ഞത്? അങ്ങനെ തന്നെയാണെന്നാ പറഞ്ഞത്. ഓരോരുത്തർക്കും വിരുദ്ധ അഭിപ്രായങ്ങൾ ഉണ്ടാവില്ല. അഭിപ്രായങ്ങൾ പറഞ്ഞൂടെ? ഇതെന്താ ഇന്ത്യയിലെ അഭിപ്രായം പറയുന്നതിന് വല്ല വിലക്കുണ്ടോ? അദ്ദേഹത്തിൻ്റെതായ ഒരു അഭിപ്രായം പറഞ്ഞു. ഞാനായിരുന്നെങ്കിൽ ചെയ്യുക, ഈ പറയുന്ന അക്രമകാരികളുടെ ആവശ്യങ്ങൾക്ക് മുമ്പിൽ മുട്ടുമടക്കില്ല, ഞാനാണെങ്കിൽ ചെയ്യുക, ഇങ്ങനെയാണ് ചെയ്യുക. അതല്ലാതെ വിദ്യാർത്ഥികളെ മുഴുവൻ വെടിവെച്ച് കൊല്ലുന്നല്ല പറഞ്ഞത്. ഇത് MV ഗോവിന്ദൻ പറഞ്ഞത് ഇന്ത്യയിലെ കാര്യം അവിടെ നിൽക്കട്ടെ. കേരളത്തിൽ, എടോ ഗോവിന്ദൻ ശ്രദ്ധിക്കണോ, കേരളത്തിൽ നിങ്ങളുടെ സർക്കാർ, CPM-ന്റെ സർക്കാർ, ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് സർക്കാർ, EMS, ഞാൻ ഇന്നലെ പറഞ്ഞതാണ്, ഇനി വിശദമായി ആവർത്തിക്കുന്നില്ല. അതിന് പ്രസക്തമായ കാര്യം മാത്രം പറയാം. EMS സർക്കാർ എത്ര പേരെ വെടിവെച്ച് കൊന്നിട്ടുണ്ടോ? എത്ര പേരെ വെടിവെച്ച് കൊന്നിട്ടുണ്ടോ ഗോവിന്ദ? EMS-ന്റെ സർക്കാർ. ചന്ദനത്തോപ്പ് വെടിവെപ്പ് അല്ലേ? ഫ്ലോറി എന്ന് പറയുന്ന ഒരു ഗർഭിണിയെ അടക്കം 3 പേരെ വലിയ തുറയിൽ വെടിവെച്ച് കൊന്നില്ലേ? ഇല്ലേ? അങ്കമാലിയിൽ വേറെ 7 പേരെ വെടിവെച്ച് കൊന്നില്ലേ? 15ഓളം പേരെ സംഘർഷം ഒഴിവാക്കാൻ വേണ്ടി വെടിവെച്ച് വന്ന സർക്കാരില്ലടോ തൻ്റെത്. ഇതെന്തൊരു ആദ്യത്തെ സംഭവം? അത് എടോ, സംഘർഷം ഉണ്ടാവുമ്പോൾ പോലീസ് വെടിവെക്കും. നിങ്ങളുടെ EMS സർക്കാർ അതിന് മാതൃക കാണിച്ചു. അതിനെ തുടർന്നു വന്ന എത്ര സർക്കാരുകൾ, നിങ്ങളുടേതും എന്താ പറയാ UDF-ന്റേതും മാറി എല്ലാ സർക്കാരുകളും ഇവിടെ നിരവധി പേരെ. എടോ, പിണറായി സർക്കാർ 8 മാവോവാദികളെ വെടിവെച്ച് കൊന്നില്ലടോ. പോയിന്റ് ബ്ലാങ്കിൽ വെടിവെച്ച് കൊന്നില്ലേ? അല്ലേ? പിന്നെ എത്ര വെടിവെപ്പുകൾ? മുത്തങ്ങല് ആന്റണി സർക്കാർ ജോഗി എന്ന് പറയുന്ന ആദിവാസിയെ വെടിവെച്ച് കൊന്നു അല്ലേ? ആ സംഘർഷം. കൂത്തുപറമ്പിൽ നിങ്ങൾ 5 സഖാക്കളെ വെടിവെച്ച് കൊന്നില്ലേ? അതെന്തായിരുന്നു? അങ്ങനെ എത്ര മറ്റേ സിറാജുന്നീസ പാലക്കാട്. ഇങ്ങനെ നിരവധിയായ വെടിവെപ്പുകള് ഓരോ സംസ്ഥാനത്തും ഉണ്ടായിട്ടുണ്ട്. സംഘർഷങ്ങൾ അടിച്ചമർത്താൻ വേണ്ടിയിട്ട് ഭരണകൂടങ്ങൾ വെടിവെക്കാറുണ്ട്. TG മോഹൻദാസ് എന്തോ പറഞ്ഞു. TG മോഹൻദാസ് പറയുമ്പോ എന്താണ്?
ഡൽഹിയിൽ സമാധാനപരമായി പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളെ വെടിവെച്ചു കൊല്ലണമെന്ന മോഹൻദാസിന്റെ ആഹ്വാനം ഞെട്ടിക്കുന്നതും അസാധാരണവുമാണ്. സ്വാഭാവികമായി നമ്മുടെ നാട്ടിൽ നിലവിലുള്ള ക്രമസമാധാനം പരിഹരിക്കാൻ വേണ്ടിയിട്ട് സംസ്ഥാന സർക്കാരുകൾ ചെയ്യാറുള്ള ഒരു കാര്യം ഞാനായിരുന്നെങ്കിൽ അങ്ങനെയാവും ചെയ്യുക എന്ന് ടി ജി മോഹൻദാസ് പറഞ്ഞാൽ ഇതിലെന്താ തകരാറ്? എനിക്ക് മനസ്സിലാകുന്നില്ല കേട്ടോ. കേസെടുക്കണം, ഏതായാലും കേസെടുത്തു കേട്ടോ. ഇനി അത് കഴിഞ്ഞിട്ട് നമ്മുടെ സ്ത്രീപക്ഷ സംഘടനകൾ ടി ജി മോഹൻദാസിന്റെ പേരിൽ പരാതി നൽകി അന്വേഷി നമ്മുടെ അജിതേച്ചിയുടെ അന്വേഷി എന്ന് പറയുന്ന സംഘടന ടി ജി മോഹൻദാസിന്റെ പേരിൽ പരാതി നൽകിയിരിക്കുന്നു. അതെന്താ കാര്യം എന്നറിയോ? അത് അതായത് ഈ ഒരു വീഡിയോയുടെ തൊട്ടു മുമ്പ് ചെയ്ത മറ്റൊരു വീഡിയോയിലാണ് ഇതും ഇതേ സംഭവം തന്നെയാണ്. ജന്തർ മന്ദറിൽ ഇപ്പൊ സംഭവിച്ചുകൊണ്ടിരിക്കുന്ന, ഇപ്പോഴല്ല ആ സമയത്ത് സംഭവിച്ചുകൊണ്ടിരിക്കുന്ന അഴിഞ്ഞാട്ടം എന്ന് പറഞ്ഞാൽ ഈ പറയുന്ന CJP പ്രക്ഷോഭത്തിന്റെ മറവിൽ അവിടെ കാണിച്ചു കൂട്ടിയ തോന്നിവാസങ്ങൾ. അവരുടെ ലക്ഷ്യം എന്തായിരുന്നു? അവരുടെ ലക്ഷ്യം BJP സർക്കാരിനെ അട്ടിമറിക്കുക എന്ന ലക്ഷ്യത്തോട് കൂടിയിട്ട് അവിടെ വിഘടനവാദികളുടെ നേതൃത്വത്തിൽ നടന്ന ഇത്തരത്തിൽപ്പെട്ട അക്രമ സംഭവങ്ങൾ അഴിഞ്ഞാടുകയായിരുന്നു അക്രമികൾ. ഇതിന്റെ കാര്യം ടി ജി മോഹൻദാസ് പറയുകയാണ്. എന്നിട്ട് ടി ജി മോഹൻദാസ് പറയാണ് അവിടെ ഈ സുരക്ഷാ ഭടന്മാരെ മുഴുവനും ഈ അക്രമികൾ ആക്രമിക്കുകയാണ്. എന്നിട്ട് പറയാണ് അദ്ദേഹം ടി ജി മോഹൻദാസിന്റേതായ ഒരു ശൈലിയുണ്ട് അദ്ദേഹത്തിന്. അദ്ദേഹം വളരെ ആക്ഷേപഹാസ്യ രീതിയിലാണ് ഈ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുക. അദ്ദേഹം പറയുകയാണ് അവിടെയാണ്ട് വിട്ടുകൊടുത്തേക്കണം. അവരെന്താ ചെയ്യട്ടെ, ഈ പ്രക്ഷോഭകാരികള് അവിടെ എന്തെങ്കിലും ചെയ്യട്ടെ, അവരെ നിയന്ത്രിക്കാൻ പോട്ട, എല്ലാ സുരക്ഷാ ഭടന്മാരെയും പിൻവലിക്കൂ, അവിടുത്തെ എല്ലാ അർദ്ധ സൈനികരെയും അല്ലെങ്കിൽ എല്ലാ പോലീസുകാരെയും പിൻവലിക്കൂ. അപ്പൊ അവിടെ എന്താ സംഭവിക്കുക നമുക്കറിയാലോ. അവിടെ എന്ത് സംഭവിക്കും? അവിടെ അവർ പരസ്പരം വെടിവെക്കും. ടി ജി മോഹൻദാസ് പറയാണ്. കാരണം ആ കലാപകാരികളുടെ ആ സമരക്കാരുടെ ഇടയിൽ ഏതൊരു യുവാവ് കയ്യിൽ വെടിയുണ്ടായിരുന്നു, അദ്ദേഹത്തിന്റെ കയ്യിൽ തോക്കുമുണ്ടാവണം. ഇത്തരം ആൾക്കാർ അങ്ങനെയാണ്. അവിടെ നമുക്കറിയാലോ ഇവരുടെയൊക്കെ ലക്ഷ്യം അവിടെ ഒരു വെടിവെപ്പ് ഉണ്ടാക്കുക എന്നുള്ളതാണ്. ഈ പ്രക്ഷോഭകാരികളുടെ ഒക്കെ ലക്ഷ്യം അതായിരുന്നു. ഇതിനു വേണ്ടിയിട്ടാണ് അവർ പ്രകോപനം ഉണ്ടാക്കിയത്. പാർലമെന്റ് മാർച്ച് എന്നും പറഞ്ഞുകൊണ്ട് നടത്തി ഈ അക്രമങ്ങളൊക്കെ ഉണ്ടാക്കിയത്. പോലീസ് വെടിവെക്കട്ടെ എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടെ കൂടിയായിരുന്നു അവർ ചെയ്തത്. എന്നാലല്ലേ അവിടെ രക്തസാക്ഷികൾ ഉണ്ടാവുള്ളൂ. അത് വെച്ചിട്ടല്ലേ അവർക്ക് കൂടുതൽ കലാപം വ്യാപിപ്പിക്കാൻ പറ്റുള്ളൂ. പക്ഷേ വളരെ തന്ത്രപരമായി നരേന്ദ്രമോദി സർക്കാർ വളരെ സംയമനം പാലിച്ചുകൊണ്ട് അത്തരത്തിൽപ്പെട്ട ഒരു കാഷ്വാലിറ്റി ഒഴിവാക്കി, അത്തരത്തിൽപ്പെട്ട ഒരു വെടിവെപ്പ് ഒഴിവാക്കിയവർ കേട്ടോ. പക്ഷേ ടി ജി പറയുന്നത് ഇതൊക്കെ ഒഴിവാക്കിയിട്ട് അവിടെ സ്വാഭാവികമായിട്ടൊക്കെ ഒഴിവാക്കി കഴിഞ്ഞാൽ അവിടെ സംഭവിക്കുക ഇവർ തമ്മിൽ പോലീസ് വെടിവെച്ചില്ലെങ്കിലും അതിന്റെ ഉള്ളിലുള്ള നമ്മൾ പല രാജ്യങ്ങളിലെയും അല്ലെങ്കിൽ പല കേരളത്തിന് പുറത്തുള്ള പല സംഭവങ്ങളിലും നമ്മൾ കണ്ടിട്ടുണ്ട്. അക്രമകാരികൾ പരസ്പരം അഴിഞ്ഞാടും, അവര് വെടിവെക്കും, എന്നിട്ട് അവസാനം അത് പോലീസ് വെടിവെപ്പിലാണെന്ന് പറയും. അങ്ങനെ എത്ര സംഭവങ്ങളുണ്ട്. പോലീസ് വെടിവെച്ചതാണെന്ന് പറഞ്ഞിട്ട് ഇവർ തമ്മിലുള്ള വെടിവെപ്പിൽ എത്ര പേർ മരിക്കുന്നു. അപ്പൊ അങ്ങനെയൊക്കെ ഇവിടെ സംഭവിച്ചേക്കാം. അപ്പോൾ അവിടെ കൂട്ടബലാത്സംഗങ്ങൾ ഉണ്ടാവും. അങ്ങനെ പറയുന്നത് അപ്പോൾ അവിടെ കൂട്ടബലാത്സംഗങ്ങൾ ഉണ്ടാവും. അതിന്റെ ഇടയിൽ ഒരു വരി പറയുന്നു, ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന ചില സ്ത്രീകളും ഉണ്ടാവാം. അങ്ങനെ പറയുന്നത് ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന ചില സ്ത്രീകളും ഉണ്ടാവാം. അതൊരു ജനറലൈസ് ചെയ്തുകൊണ്ട് ടി ജി മോഹൻദാസ് പറഞ്ഞെങ്കിൽ അത് തെറ്റാണെന്ന് നമുക്ക് പറയാം. എന്തായാലും അതിനിടയിൽ ടി ജി മോഹൻദാസ് പറഞ്ഞു അവിടെ ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന സ്ത്രീകൾ. ഞാൻ ചോദിക്കട്ടെ, ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന സ്ത്രീകൾ ഉണ്ടാവും എന്നുള്ള ഒരു പ്രയോഗമാണല്ലോ ഭയങ്കര സ്ത്രീവിരുദ്ധ സംഭവം എന്ന് നിങ്ങളൊക്കെ ആഘോഷിക്കുന്നത്. എന്നിട്ട് അദ്ദേഹം പറയുന്നത് അത് കഴിഞ്ഞിട്ട് ഒരു കഥയുമായി ബന്ധപ്പെട്ടിട്ടാണ്. എന്നിട്ട് പറയാണ് പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ ഒരു കഥയില് മലമുകളിൽ നിന്ന് കുഞ്ഞബ്ദുള്ളയെ വരൂ, എന്നെ ബലാത്സംഗം ചെയ്യൂ എന്ന് അതിലൊരു കഥാപാത്രം പറയുന്നുണ്ട് എന്നാണ് അദ്ദേഹം കണക്ട് ചെയ്യുന്നത്. അതല്ലാതെ ഇവിടുത്തെ ഏതെങ്കിലും ഒരു പെൺകുട്ടി എന്നെ ബലാത്സംഗം ചെയ്യൂ എന്ന് പറഞ്ഞു എന്നല്ല ടി ജി മോഹൻദാസ് പറയുന്നത്. ടി ജി മോഹൻദാസ് പറയുന്നു അങ്ങനെ ചില സ്ത്രീകളുണ്ട്, വേണമെങ്കിൽ പുനത്തിന്റെ ഒരു കഥയിൽ ഇങ്ങനെ ഒരു കഥാപാത്രമുണ്ട് എന്ന്. ആ രീതിയിലാണ് അദ്ദേഹത്തിന്റെ ഈ ടോൺ, ആ രീതിയിലാണ് അദ്ദേഹം ഈ കാര്യങ്ങൾ അവതരിപ്പിക്കുന്നത്. അദ്ദേഹം പറഞ്ഞതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്താണ്? അവിടെ ഈ അക്രമികൾ അഴിഞ്ഞാടുകയായിരുന്നു, അവരുടെ കൂത്താട്ടമായിരുന്നു, അവരുടെ കയ്യിൽ തോക്കുകൾ ഉണ്ടായിരുന്നു, വെടിയുണ്ടുകൾ ഉണ്ടായിരുന്നു. അവിടെ ഈ പറയുന്ന സുരക്ഷാ സംവിധാനം ഇല്ലായിരുന്നുവെങ്കിൽ അവർ പരസ്പരം വെടിവെക്കുമായിരുന്നു, കുറെ എണ്ണം ചാകുമായിരുന്നു, അവിടെ കൂട്ട ബലാത്സംഗങ്ങൾ നടക്കുമായിരുന്നു. അതിന്റെ ഇടയ്ക്ക് ബലാത്സംഗം ചെയ്താലും പ്രശ്നമൊന്നും ഇല്ല എന്ന് വിചാരിക്കുന്ന ചില സ്ത്രീകൾ ഉണ്ടാവുമായിരുന്നു. നമുക്കറിയാലോ ബലാത്സംഗത്തെക്കാൾ വളരെ രൂക്ഷമായ അല്ലെങ്കിൽ വളരെ വലിയ പാതകമല്ലേ സ്വയം പൊട്ടിമരിക്കുക എന്നുള്ളത്. എത്ര സ്ത്രീകളുണ്ട് സ്വയം ബെൽറ്റ് ബോംബ് ഇട്ടിട്ട് പൊട്ടിമരിക്കുന്നത്. രാജീവ് ഗാന്ധിയെ കൊലപ്പെടുത്തിയത് നമ്മുടെ മുന്നിലുണ്ടല്ലോ, ആ ചിത്രമല്ലേ? അരയില് ബോംബ് വെച്ച് കിട്ടിയിട്ട് മാലയിടാൻ വേണ്ടിയിട്ട് രാജീവ് ഗാന്ധിയുടെ അടുത്തേക്ക് ചെന്നിട്ട് സ്വയം പൊട്ടിത്തെറിച്ച സ്ത്രീകളുള്ള നാടാണിത് എന്ന് പറഞ്ഞാൽ ഒരു കലാപം ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് സ്വയം ജീവൻ ബലി കൊടുക്കുന്ന, സ്വയം പൊട്ടിത്തെറിക്കുന്ന സ്ത്രീകളുള്ള നാട്ടിൽ
സ്വയം ബലാത്സംഗത്തിന് വിധേയരാവാൻ ആഗ്രഹിക്കുന്ന സ്ത്രീകൾ പോലും ഇവിടെ ഉണ്ട് എന്ന് മോഹൻദാസ് പറയുമ്പോൾ, ടി ജി മോഹൻദാസ് പറയുമ്പോൾ, അതൊരു കഥയുമായി ബന്ധപ്പെടുത്തിക്കൊണ്ട് പറയുമ്പോൾ ഇവിടെ എന്തിനെ കുരുവെട്ടുന്നത്? നിങ്ങളിവിടെ ജെന്യുവനായ കാര്യങ്ങൾക്ക് വേണ്ടി സമരം ചെയ്യും. ഇവിടെ സ്ത്രീകൾക്ക് നേരെ എന്തൊക്കെ അതിക്രമങ്ങൾ ഉണ്ടാകുന്നു, എന്തൊക്കെ തരത്തിലുള്ള അതിക്രമങ്ങൾ. ഇവരൊക്കെ ഇപ്പൊ അജിതേശിയോടൊക്കെ എനിക്ക് വളരെ സ്നേഹവും ബഹുമാനമൊക്കെ ഉണ്ട്. അന്വേഷി ഇത്തരം ഒരു പരാതി കൊടുക്കുകയാണെങ്കിൽ അന്വേഷിയുടെ ബോധ്യത്തിന്റെ അടിസ്ഥാനത്തിൽ പരാതി കൊടുത്തു എന്നൊക്കെ നമുക്ക് മനസ്സിലാക്കാം. അന്വേഷണ കൂട്ടത്തിൽ ഒരു പരാതി കൂടി കൊടുക്കണമായിരുന്നു കേട്ടോ. അതായത് ജാൻമണി എന്ന് പറയുന്ന നമ്മുടെ രഞ്ജിനി ഹരിദാസിന്റെ മേക്കപ്പ് ആർട്ടിസ്റ്റ് നരേന്ദ്രമോദിയുടെ അമ്മയെ കുറിച്ചാണ് പറഞ്ഞത്. നരേന്ദ്രമോദി പിളച്ചു പറ്റതാണ് എന്നാണ് ഈ പറയുന്ന ജാൻമണി പറഞ്ഞത് കേട്ടോ. ജാൻമണി പറയുന്നതിനെ കുറിച്ച് ഇവർക്കൊന്നും പൊള്ളില്ല എന്ന് പറഞ്ഞാൽ നരേന്ദ്രമോദിയെ കുറിച്ച് നിങ്ങൾക്ക് എന്തും പറയാം, എന്ത് തോന്നിയ ദിവസം പറയാം. നരേന്ദ്രമോദിയെ വെടിവെച്ച് കൊല്ലാണെന്ന് പറയാം. ഇവർക്കൊരു പ്രശ്നമില്ല. നരേന്ദ്രമോദിയുടെ അമ്മ, നരേന്ദ്രമോദിയുടെ അച്ഛൻ മരിച്ചിട്ട് 3 വർഷം കഴിഞ്ഞിട്ടാണ് നരേന്ദ്രമോദിയുടെ അമ്മ നരേന്ദ്രമോദിയുടെ പ്രസവിച്ചെന്ന് പറഞ്ഞാലും ഇവർക്കൊരു പ്രശ്നമില്ല, ഒരു പ്രശ്നമില്ല. അങ്ങനെയാണ് ജാൻമണി പറഞ്ഞത്. 1947 നരേന്ദ്രമോദിയുടെ അച്ഛൻ മരിച്ചുപോയി. 1950 നരേന്ദ്രമോദി ജനിക്കുന്നത്. എന്നിട്ട് പരിഹാസത്തോടെ ജാൻമണി ചോദിക്കുകയാണ്, അപ്പോൾ നരേന്ദ്രമോദിയുടെ അമ്മ 3 കൊല്ലം ഗർഭം ധരിച്ചോ എന്ന് പറഞ്ഞിട്ട് ചിരിച്ചുകൊണ്ടാണ് ഈ പറയുന്ന അധമസ്ത്രീ ഈ കാര്യങ്ങൾ പറയുന്നത്. ഇതിലൊന്നും അന്വേഷിക്ക് പൊള്ളുന്നില്ലേ എന്ന് പറഞ്ഞാൽ നമ്മളൊരു ഇഷ്യൂ എടുക്കുമ്പോൾ ഇത് നമ്മളെ ഒരു വൺ സൈഡിൽ ആവരുത്, അത്രമാത്രം എനിക്ക് പറയാനുള്ളൂ. അപ്പൊ ഞാനിത് അന്വേഷിയെ മാത്രം ഒരു പ്രതിക്കൂട്ടിലാക്കിക്കൊണ്ടല്ല പറയുന്നത്. ഒരുപാട് സ്ത്രീ സംഘടനകൾ ഈ രീതിയിൽ നമ്മളൊക്കെ ആദ്യം ചെയ്യേണ്ടത് ഒരു ഇഷ്യൂ ഉണ്ട്. അവിടെ എന്താണ് യഥാർത്ഥം സംഭവിച്ചത്? ടി ജി മോഹൻദാസ് എന്ന് പറയുന്ന അങ്ങനെ വെറുക്കപ്പെട്ട മനുഷ്യനൊന്നുമില്ല. അദ്ദേഹം ഒരു RSS പക്ഷപാതിയാണ്, അദ്ദേഹം ഒരു BJP പക്ഷപാതിയാണ്. ഞാൻ ചോദിക്കട്ടെ, RSS പക്ഷപാതി എന്നുള്ളതുകൊണ്ട് BJP പക്ഷപാതി എന്നുള്ളതുകൊണ്ട് നിങ്ങൾക്ക് അയാൾ പറയുന്നത് മുഴുവനും എന്താണ് അപകടകരമാണ് എന്ന് എങ്ങനെ പറയാൻ പറ്റുക? എത്ര ലക്ഷക്കണക്കിന് ജനങ്ങൾ കാണുന്നതാണ് ടി ജി മോഹൻദാസ്, എത്ര ലക്ഷക്കണക്കിന് ജനങ്ങൾ ആദരിക്കുന്നതാണ്, സ്നേഹിക്കുന്നതാണ് ടി ജിയുടെ ഈ രീതിയിലുള്ള ഈ നിരീക്ഷണങ്ങളൊക്കെ. അപ്പൊ അദ്ദേഹം പറഞ്ഞ ഈ രണ്ട് വീഡിയോകൾ കാണാൻ വേണ്ടി നിങ്ങൾക്ക് 1 മണിക്കൂർ നീക്കി വെച്ച് കഴിഞ്ഞാൽ, നിങ്ങൾ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൻ്റെ അകത്ത് ഒരു തകരാറ് നിങ്ങൾക്ക് കണ്ടെത്താൻ പറ്റില്ല എന്ന് പറഞ്ഞാൽ വളരെ സൂക്ഷ്മമായി ഈ കലാപത്തിലെ ഈ പറയുന്ന ജന്തർ മന്ദറിൽ ഉണ്ടായ ഈ ഒരു എന്താ പറയാ പ്രതിഷേധ സമരം. ഇപ്പം ഗോവിന്ദൻ പറയുന്ന പോലെ സമാധാന ഒന്നല്ല അവിടെ നടന്നതെന്ന് ഇവിടുത്തെ എല്ലാ ആൾക്കാർക്കും അറിയാം. അവിടെ നല്ല അക്രമങ്ങളും അഴിഞ്ഞാട്ടങ്ങളും ഒക്കെ നടന്നിട്ടുണ്ടെന്നുള്ള കൃത്യമായിട്ട് അറിയാം. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഇപ്പൊ സുപ്രീം കോടതി പോലും പറഞ്ഞത് കേസെടുക്കട്ടെ, അന്വേഷിക്കട്ടെ, സ്വതന്ത്രമായ അന്വേഷണം സുപ്രീം കോടതിയുടെ നേതൃത്വത്തിൽ നടക്കാമെന്ന് സുപ്രീം കോടതി പോലും പറഞ്ഞു. ഇനി ഏറ്റവും വലിയ രസം ഇതൊന്നുമല്ല, ഇതിന്റെ അങ്ങേപ്പുറത്തുള്ള എന്താണെന്നറിയോ? ടി ജി മോഹൻദാസിനെ കൈയൊഴിഞ്ഞ് RSSകാര് സുന്ദരായിട്ട് കൈയൊഴുകി. ടി ജി മോഹൻദാസിനെ കൈയൊഴിഞ്ഞു. മറ്റൊന്ന് RSSന്റെ ചെലവിലല്ല മോഹൻദാസ് ഇത് പറഞ്ഞത്, അത് വേറൊരു കാര്യം. പക്ഷെ എന്നാലും ഇത്രയും കാലമായി ടി ജി മോഹൻദാസ് നടത്തുന്ന നിരീക്ഷണങ്ങളും ടി ജി മോഹൻദാസിന്റെ ഇന്റർവ്യൂകളിലൊക്കെ RSSന് ഒരുപാട് ഗുണകരമായിട്ടുണ്ട്. ഇങ്ങനെ ഒരു പ്രതിസന്ധിയിൽ ടി ജി മോഹൻദാസ് പെടുമ്പോൾ കൂടെ നിൽക്കേണ്ട RSS ചെയ്തത് എന്താണ്? അതാണ് ഈ വാർത്ത നോക്കണം നിങ്ങൾ. അതായത് ഡൽഹിയിൽ നടന്ന സമരങ്ങളെ കുറിച്ച് ടി ജി മോഹൻദാസ് നടത്തിയ അഭിപ്രായ പ്രകടനങ്ങൾ അപലപനീയമാണെന്ന് RSS പറയാണത്രേ. എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ, ഈ RSSകാർക്കൊക്കെ എന്താ പറ്റിയത്? എടോ, നിങ്ങൾ ഈ ടി ജി മോഹൻദാസിനെ ടി ജി മോഹൻദാസിന്റെ കൂടെ നിൽക്കേണ്ടവരല്ലേ? അദ്ദേഹത്തെ എങ്ങനെ അപലപിക്കുകയാണ് ചെയ്യുക? ഇനി അങ്ങനെ ഒരു അപലപി നിങ്ങൾക്ക് മിണ്ടാതിരുന്നൂടെ? ടി ജി മോഹൻദാസിനെ അപലപിക്കാൻ വന്നിരിക്കുന്നു RSSകാരി. ആരാണത്? മോഹൻദാസിന്റേത് വ്യക്തിപരമായ അഭിപ്രായങ്ങളാണ് എന്നും. എടോ, വ്യക്തിപരമായ അഭിപ്രായങ്ങളാണെങ്കിൽ നിങ്ങളുടെ പേരിലല്ലല്ലോ മോഹൻദാസ് ഈ കാര്യം പറഞ്ഞത്. വ്യക്തിപരമായ കാര്യം തന്നെയാണ് മോഹൻദാസ് പറഞ്ഞത്. മോഹൻദാസ് RSSന്റെ ഒരു സംഘടനാ ഭാരവാഹിത്വം അദ്ദേഹത്തിന് ഇല്ലാന്ന് നാട്ടുകാർക്കൊക്കെ അറിയാം. പിന്നെ നിങ്ങൾ ചാടിക്കേറിങ്ങാണ്ട് ഇത് ടി ജി പറഞ്ഞത് തെറ്റാണെന്ന് പറയേണ്ട എന്ത് കാര്യമുണ്ട്? മോഹൻദാസിന്റേത് വ്യക്തിപരമായ അഭിപ്രായങ്ങളാണ് എന്നും അവയോട് RSS ഒരു തരത്തിലും യോജിക്കുന്നില്ലെന്നും ദക്ഷിണ കേരളം പ്രാന്ത സഹകാര്യ വാഹ് KB ശ്രീകുമാർ പറഞ്ഞു. KB ശ്രീകുമാറിന്റെ ഈ അഭിപ്രായമാണോ RSS എന്ന് പറയുന്ന സംഘടനകൾ എന്ന് എനിക്കറിയില്ല. എന്നാൽ മോശമായി പോയി. നിങ്ങൾ അങ്ങനെ അല്ല ചെയ്യേണ്ടിയിരുന്നത്. കാരണം ടി ജി മോഹൻദാസ് എന്ന് പറയുന്ന മനുഷ്യൻ ഈ കഴിഞ്ഞ വർഷങ്ങളിൽ അത്രയും, അല്ലെങ്കിൽ ഈ കഴിഞ്ഞ കാലങ്ങളിൽ അത്രയും അദ്ദേഹം വളരെ കൃത്യമായി അദ്ദേഹത്തിന്റെ നിലപാടുകൾ നിങ്ങളുടെ സംഘടനയ്ക്ക് ഗുണമേ ചെയ്തിട്ടുള്ളൂ, മറക്കരുത് കേട്ടോ.
ഒരു രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ടും ഇങ്ങനെ കുതികാൽ വെട്ടരുത്. ഇപ്പൊ അന്വേഷിക്കുക ഈ നിലപാട് സ്വാഭാവികമായും ഞാൻ അജിതേച്ചിയെ കുറ്റപ്പെടുത്തുന്നില്ല. അജിതേച്ചിയുടേതായ ഈ നിലപാടുമായി മുന്നോട്ട് കൊണ്ടുപോകാം. കാരണം അതൊരു സ്ത്രീപക്ഷ സംഘടനയാണ്. ആ സ്ത്രീപക്ഷ സംഘടനക്ക് തോന്നി TG മോഹൻദാസിന്റെ ഈ തരത്തിലുള്ള ഒരു പ്രതികരണം ശരിയല്ല എന്ന് അവർക്ക് തോന്നി, അവർക്ക് പ്രതിഷേധിക്കാം, ശരി. പക്ഷെ RSSന് TG മോഹൻദാസ് പറഞ്ഞത് തെറ്റാണെന്ന് എങ്ങനെ പറയാൻ പറ്റുക? നിങ്ങൾ അവിടെ ഈ പറയുന്ന തോന്നിയാസം, ഈ പറയുന്ന ജന്തർ മന്ദിറിൽ നടന്ന ഈ അക്രമ സംഭവങ്ങളെ മുഴുവൻ RSS അനുകൂലിക്കുന്നുണ്ടാവും. പണ്ട് നൂപുർ ശർമ്മ അങ്ങനെയായിരുന്നു. നൂപുർ ശർമ്മ വളരെ കൃത്യമായി ഒരു നിലപാടെടുത്തപ്പോൾ BJPയുടെ ഒരു സ്പോക്സ് പേഴ്സൺ, എത്ര പേർക്ക് ഓർമ്മയുണ്ടെന്ന് അറിയില്ല, പണ്ട് ആ ഗാംഗ്യാബി മസ്ജിദുമായി ബന്ധപ്പെട്ട ഒരു കാര്യത്തില് ഒരു മുസ്ലിം പണ്ഡിതനുമായുള്ള ഒരു തർക്കത്തിനിടയിൽ ആ മുസ്ലിം പണ്ഡിതൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഹദീസിലെ കാര്യങ്ങളൊക്കെ എടുത്തു കാണിച്ചിട്ട്, അതല്ലാതെ നൂപുർ ശർമ്മയുടെ കയ്യിൽ നിന്ന് മുസ്ലിം സമുദായത്തെ അധിക്ഷേപിച്ചിട്ടൊന്നുമില്ലായിരുന്നു. നിങ്ങളുടെ ഹദീസിൽ ഇന്ന കാര്യങ്ങൾ ഉണ്ടല്ലോ എന്ന് ചോദിച്ചതാണ്. അങ്ങനെയാണ് നൂപുർ ശർമ്മ പണ്ട് ഒരു മുസ്ലിം പണ്ഡിതനോട് ചോദിച്ചത്, നിങ്ങളുടെ ഹദീസിൽ ഇന്ന കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ എന്ന് ചോദിച്ചതിന്റെ പേരിൽ നൂപുർ ശർമ്മക്കെതിരെ നടപടിയെടുത്ത പാർട്ടിയാണ് BJP കേട്ടോ. അപ്പൊ രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയിട്ട് BJPയും RSSും ഒക്കെ കൂടെ നിൽക്കുന്നവരെ തടയും എന്നുള്ളത് ഞാൻ ഒന്ന് ഓർമ്മിപ്പിച്ചെന്ന് മാത്രമേ ഉള്ളൂ. ഓർമ്മിച്ചു പറഞ്ഞ TGക്ക് ഇനി RSSകാര് നിങ്ങൾ സഹകരിച്ചാലും സഹായിച്ചില്ലെങ്കിൽ എന്ത് ഒന്നുമില്ല. ഏതായാലും അത് കഴിഞ്ഞിട്ട് നീറ്റ് പരീക്ഷാ ക്രമക്കേടിനെതിരെ ജന്തർ മന്ദിറിൽ സമരം ചെയ്ത വിദ്യാർത്ഥികളെ വെടിവെച്ചു കൊല്ലാനും ആക്രമിക്കാനും പ്രേരണ നൽകുന്ന വിധം സമൂഹ മാധ്യമങ്ങളിൽ പ്രചാരണം നടത്തിയ TG മോഹൻദാസിനെതിരെ നിയമ നടപടി സ്വീകരിക്കണമെന്നും കേരളത്തിലെ 96 എഴുത്തുകാരും പൊതുപ്രവർത്തകരും ആവശ്യപ്പെട്ടു. CR നീലകണ്ഠന്റെ നേതൃത്വത്തിലായിരുന്നു പ്രസ്താവന ഇറക്കുക. അങ്ങനെ CRും കൂട്ടരും എല്ലാവരും എല്ലാവർക്കും ഇപ്പൊ ചോര കുടിക്കണം. ആരെ? TG മോഹൻദാസിന്റെ ചോര കുടിക്കണം. കാരണം TG മോഹൻദാസ് ജന്തർ മന്ദിറിൽ നടന്ന അക്രമ സമരത്തിനെതിരായിരുന്നു. ഇത്രയേ ചെയ്തിട്ടുള്ളൂ. അപ്പൊ ഞാൻ നിങ്ങളോട് എന്റെ വീഡിയോ കാണുന്നവരോട് പറയുന്നത്, നമ്മളൊക്കെ നമ്മുടെ ബോധ്യങ്ങളിൽ നിന്ന്, നമ്മുടെ അനുഭവങ്ങളിൽ നിന്നൊക്കെയാണ് ഇത്തരം കാര്യങ്ങൾ പറയുന്നത്. നിങ്ങള് എന്താണ് TG മോഹൻദാസ് പറഞ്ഞതെന്ന് നിങ്ങൾ ആദ്യം പഠിക്കുക. അല്ലാതെ അവിടുന്നോ ഓരോ കാര്യങ്ങൾ കേട്ടിട്ട്. അതുകൊണ്ടാണ് ഞാൻ ഇന്നലെ ഞാൻ ചെയ്ത വീഡിയോയിൽ ഈ രണ്ട് വീഡിയോയിലെയും ഈ പറയുന്ന വിവാദപരമായ TGയുടെ ഈ വാക്കുകൾ ആ വീഡിയോന്റെ ക്ലിപ്പിംഗ്സ് ഞാൻ എന്റെ വീഡിയോയിലെ കൂടെ ചേർത്തിരുന്നു. അത് കേട്ടാൽ നിങ്ങൾക്ക് അറിയാം, അത്രയേ TG പറഞ്ഞിട്ടുള്ളൂ. അതിൽ ഒരു തരത്തിലുള്ള അപകടമോ അല്ലെങ്കിൽ എന്തോ വലിയ സ്ത്രീ വിരുദ്ധതയോ അല്ലെങ്കിൽ രാജ്യത്തെ ചെറുപ്പക്കാരെ മുഴുവനും വെടിവെച്ച് കൊല്ലണമെന്നോ ഒന്നും അല്ല പറഞ്ഞത്. ഈ കാള പെറ്റു എന്ന് കേൾക്കുമ്പോൾ കയറെടുക്കുന്ന ആൾക്കാരെ കൊണ്ട് ഒരു വയ്യണ്ടോ. കാള പെറ്റു എന്ന് കേൾക്കുമ്പോഴത്തേക്ക് കയറെടുത്തും കണ്ട് ഓടുക അല്ലേ? ആരൊക്കെയാ ഓടുന്നത്? അപ്പം ഗോവിന്ദൻ ഓടുന്ന്, ഇവിടുത്തെ വനിതാ സംഘടനകൾ ഓടുന്ന്, അതിന്റെ കൂട്ടത്തിൽ RSSും BJPയും. നല്ല കഥ എടാ. ശരി, നമ്മുടെ TG മോഹൻദാസ് കഴിഞ്ഞ ഒരാഴ്ചക്കിടയിൽ ചെയ്ത 2 വീഡിയോകൾ, അതായത് പത്രിക യൂട്യൂബ് ചാനലിൽ അപ്ലോഡ് ചെയ്യപ്പെട്ട 2 യൂട്യൂബ് ചാനലുകളിലെ ഏതാനും സെക്കൻഡുകൾ മാത്രം നീണ്ടു നിൽക്കുന്ന ഭാഗം കട്ട് ചെയ്തിട്ട് TG മോഹൻദാസ് ഏറ്റവും വലിയ അപകടകാരിയാണ്, അദ്ദേഹം സ്ത്രീവിരുദ്ധ പ്രസ്താവന നടത്തിയിരിക്കുന്നു, പിന്നെന്താണ് വിദ്യാർത്ഥികളെ ജന്തർ മന്ദിറിൽ സമരം ചെയ്ത വിദ്യാർത്ഥികളെ മുഴുവൻ വെടിവെച്ച് കൊല്ലണമെന്ന് പറഞ്ഞിരിക്കുന്നു എന്ന രീതിയിൽ TG മോഹൻദാസിനെ ആക്ഷേപിച്ചുകൊണ്ടുള്ള നിരവധിയായ ഈ സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ കഴിഞ്ഞ ദിവസമൊക്കെ പ്രത്യക്ഷപ്പെട്ടിരുന്നു. ഇന്നത്തെ പത്രങ്ങളിലുണ്ടായിരുന്നു കേട്ടോ. ഞാനിത് ഇന്നലെ കാണിച്ചിരുന്നു. ദേശാഭിമാനിയിലൊക്കെ ഉണ്ടായിരുന്നു. TG മോഹൻദാസ് എന്ന് പറയുന്ന RSSന്റെ സൈദ്ധാന്തികൻ വെടിവെച്ചു കൊല്ലണം എന്ന് പറയുന്നു. സമരം ചെയ്യുന്ന വിദ്യാർത്ഥികളെ വെടിവെച്ചു കൊല്ലണം എന്ന് പറയുന്നു. പിന്നെ സ്ത്രീവിരുദ്ധ പരാമർശം നടത്തിയിരിക്കുന്നു. അപ്പൊ ഇന്ന് ഞാനത് സംബന്ധിച്ച് ഇന്നലെ 1-2 വീഡിയോകൾ ചെയ്തിരുന്നേ. അതോടെ നിൽക്കട്ടെ. ഇന്നത്തെ ദേശാഭിമാനിയിൽ TG മോഹൻദാസിനെതിരെ കേസെടുക്കണം. മറ്റൊന്ന്, ഞാനിപ്പോ ഈ വീഡിയോ ചെയ്യുന്നതിന് തൊട്ടു മുമ്പ് TG മോഹൻദാസിനെതിരെ കേസെടുത്തു കഴിഞ്ഞു. TG മോഹൻദാസിനെതിരെ കേസെടുത്ത് കഴിഞ്ഞിരിക്കുന്നു. അപ്പം MV ഗോവിന്ദൻ പാർട്ടി CPMന്റെ സെക്രട്ടറി ദേശാഭിമാനിയിൽ എഴുതുമ്പോഴത്തേക്ക് VD സതീശൻ സർക്കാർ TG മോഹൻദാസിനെതിരെ കേസെടുത്ത് കഴിഞ്ഞിരിക്കുന്നു കേട്ടോ.
കേസെടുത്ത് കഴിയട്ടെ, ഇനി ബാക്കി എന്ത് സംഭവിക്കുന്നതൊക്കെ നമുക്ക് നോക്കാലോ. ഏതായാലും നമ്മുടെ എം വി ഗോവിന്ദൻ പറയുന്നത്, സ്ത്രീകളെ വളരെ മോശമായി അധിക്ഷേപിച്ച RSS നേതാവ് TG മോഹൻദാസിനെതിരെ കേസെടുക്കണമെന്ന് CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ആവശ്യപ്പെട്ടു. ഡൽഹിയിലെ സമരത്തിന് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ചവർക്കെതിരെ കേസെടുക്കുന്ന സംസ്ഥാന പോലീസ് TG മോഹൻദാസിന്റെ പ്രസ്താവന കണ്ടില്ലെന്ന് നടിക്കുകയാണ്. കേസെടുത്തു ഗോവിന്ദ കേട്ടോ, സമാധാനമായല്ലോ അല്ലേ? ഞാൻ തൂക്കിക്കൊന്നാ മതി, നീ തൂക്കിക്കൊന്നാ മതി, തീർന്നല്ലോ അല്ലേ? TG മോഹൻദാസിനെ കൊണ്ടുള്ള ശല്യം തീർന്നല്ലോ. ഇനി അതിനുശേഷം അപ്പം ഗോവിന്ദൻ പറയുകയാണ്, ഡൽഹിയിൽ സമാധാനപരമായി, ഇങ്ങനെയാണ് ഡൽഹിയിൽ സമാധാനപരമായി, സമാധാനത്തിന്റെ വെള്ളരിപ്രാവുകൾ ഇങ്ങനെ പറത്തിക്കൊണ്ടാണ് ഡൽഹിയിൽ ആര് സമരം ചെയ്തത്? കൂറപ്പാർട്ടികൾ സമരം ചെയ്തത്. ഡൽഹിയിൽ സമാധാനപരമായി പ്രതിഷേധിക്കുന്ന വിദ്യാർത്ഥികളെ വെടിവെച്ചു കൊല്ലണമെന്ന മോഹൻദാസിന്റെ ആഹ്വാനം ഞെട്ടിക്കുന്നതും അസാധാരണവുമാണ്. ഇതിനെതിരെ കേരളം ശക്തമായി